പാഠം 658. മുകളിൽ ആകാശം, താഴെ ഭൂമി. ഇതെന്തു പറ്റി വിജയ താമസിച്ചത്? മണി 7 കഴിഞ്ഞു. രാവിലെ എഴുന്നേക്കാൻ താമസിച്ചു പോയി. മോഹൻ സാർ എഴുന്നേറ്റില്ലേ? കൊള്ളാം. സാറ് കൃത്യം 5 മണിക്ക് തന്നെ എഴുന്നേക്കുമല്ലോ. 2-3 വട്ടം വിജയനെ അന്വേഷിച്ചു. സമയത്ത് പത്രം കൊണ്ടുവരാത്തതിന്റെ പേരിൽ ഇനി പറയാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടോ, അതാ നല്ലത്. അല്ല, ഈ ലോനപ്പനും മോഹൻകൃഷ്ണ സാറും തമ്മിൽ എന്താ വക്കീലെ പ്രശ്നം? ലോനപ്പനോ? ആ വഴക്കും തമ്മിത്തല്ലുമായിട്ട് നടക്കുന്ന ലോനപ്പനെ വക്കീലിനെ അറിയില്ലേ? എപ്പോഴും വെള്ളം അടിച്ച് ആ കവലെ കാണും. എനിക്കറിയാം. അയാളും മോഹനേട്ടനും തമ്മിൽ എന്താ പ്രശ്നം? അതാ ഞാനും ചോദിക്കുന്നത്. എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടല്ലോ വക്കീലെ. മോഹൻകൃഷ്ണ സാറിനെ എവിടെ വെച്ച് കണ്ടാലും തല്ലുവെന്ന് അവൻ പറഞ്ഞു നടക്കുന്നേ. അതൊന്നും എനിക്കറിയില്ല. സാർ ഇവിടില്ലേ? ഒന്ന് ചോദിച്ചു നോക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ലോനപ്പൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഇന്ന് രാവിലെ ജോണിക്കുട്ടിയുടെ ഷാപ്പിലിരുന്നും പറയുന്നത് കേട്ടു. ഒന്ന് സൂക്ഷിക്കാൻ പറയണം സാറിനോട്. ആള് ലോനപ്പനാ. മുകളിൽ ആകാശം, താഴെ ഭൂമി എന്നതാ അവന്റെ രീതി. നമസ്കാരം സാർ, ഞാൻ കെ മോഹനകൃഷ്ണനാണ്. അതെ അതെ, ഇന്ന് താലൂക്ക് ഓഫീസിലേക്ക് ഇവിടെ സാറ് പറഞ്ഞിരുന്നു. രാവിലെയോ? അത് കുഴപ്പമില്ല സാർ. എത്ര മണിക്ക് വരണമെന്ന് സാറ് പറഞ്ഞാൽ മതി. 10 മണിക്ക്. ശരി, ഞാൻ എത്തിക്കോളാം സാർ. എനിക്ക് ഇന്ന് നേരത്തെ പോണം. 10 മണിക്ക് താലൂക്ക് ഓഫീസിൽ ചെന്ന് തഹസിൽദാരെ കാണേണ്ട ഒരു കാര്യമുണ്ട്. 9 മണി കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങണം. വിജയം വന്നോ? 7 മണി കഴിയുമ്പോഴാണോ പത്രം കൊണ്ടുവരുന്നത്? ഇങ്ങനെയാണെങ്കിൽ പത്രം ഇടാൻ വേറെ ആളെ നോക്കുമെന്ന് നീ അവനോട് പറഞ്ഞോ? ഇല്ല. വിജയം വന്നാൽ അങ്ങനെ പറയണമെന്ന് എന്നോട് പറഞ്ഞല്ലേ? പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോ പത്രം ഇടാൻ വേറെ ആളെ നോക്കിയോളൂ എന്ന് അവൻ പറഞ്ഞാലോ. ഈ വീട്ടിൽ വന്നതിന് ശേഷം 3ാമത്തെ ആളാണ് വിജയൻ. ആദ്യം പത്രം ഇടാൻ വന്ന രാജനെയും പിന്നീട് വന്ന ഷാജിയെയും ഇതേ കാരണം പറഞ്ഞ് മോഹനോട്ട് ഓടിച്ചു. ഇനി ഈ ഭാഗത്ത് പത്രം ഇടുന്നത് വിജയൻ മാത്രമാ. വിജയനെയും കൂടി പിണക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പത്രം വായിക്കണമെന്ന് വെക്കേണ്ടി വരും. അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നത്? അവന് ഇഷ്ടമുള്ളപ്പോ പത്രം ഇട്ടാ മതി എന്നാണോ? എന്നല്ലല്ലോ മോഹനേട്ടാ. താമസിച്ചതിൽ മോഹനേട്ട ദേഷ്യപ്പെട്ടിരിക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആവർത്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അത് പോട്ടെ, ഈ ലോനപ്പനുമായിട്ട് എന്താ പ്രശ്നം? ഏത് ലോനപ്പൻ? സ്ഥിരം വഴക്കുണ്ടാക്കി നടക്കുന്ന ആ ലോനപ്പൻ. 2 മാസം മുന്നേ അവരെ പോലീസുകാർ കൊണ്ടുപോയപ്പോ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയില്ല. ആ ലോനപ്പൻ അവന് നല്ല അടിയുടെ കുറവാ. മോഹനേട്ടാ, എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഈ ലോനപ്പൻ എന്തിനാണ് മോഹനേട്ടനെ തലയനായിട്ട് നടക്കുന്നത്? അതിലൊന്നും വലിയ കാര്യമില്ല. അവനൊരു ചട്ടമ്പി, ഞാനൊരു വില്ലേജ് ഓഫീസർ. അപ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചട്ടമ്പി വില്ലേജ് ഓഫീസർ തമ്മിൽ എന്താണ് പ്രശ്നം? നീ അതത്ര കാര്യമൊക്കെ തന്നിരാ. ലോനപ്പൻ അങ്ങനെ എന്തൊക്കെ പറയും. അതിന്റെ ന്യായവും അന്യായവും ഒക്കെ നോക്കാൻ നമുക്ക് നേരമുണ്ടോ? പക്ഷെ അവൻ മോഹനേട്ടനെ തല്ലു എന്ന് പറയണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നലെ രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് ലോനപ്പനെ കണ്ടു. അവൻ എന്നോട് 100 രൂപ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ഉച്ചയായപ്പോൾ അവൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ വില്ലേജ് ഓഫീസിൽ കയറി വന്ന് ഭയങ്കര ബഹളമായി. ആദ്യമൊക്കെ ഞാൻ അവനോട് മര്യാദയ്ക്ക് സംസാരിച്ചു. അപ്പോൾ അവൻ അഹങ്കാരം. എന്നെ വില്ലേജ് ഓഫീസിൽ പൂട്ടിയിട്ട് തീയിടുന്നായി. ഞാൻ അകത്ത് കയറി പോലീസിനെ വിളിച്ചു പറഞ്ഞു. അത്ര എനിക്കറിയോ. 100 രൂപ ചോദിച്ചപ്പോ കൊടുക്കാതിരുന്നതിന് തെറി പറയുന്നതിനാ? ഈ ചോദ്യം എന്നോടല്ല ലോനപ്പനോട് ചോദിക്കണം. കാരണം തെറി വിളിച്ച ഞാനല്ല, ലോനപ്പനാണ്. ഈ പോലീസ് വിളിച്ചു പറഞ്ഞിട്ട് എന്തായി? അറിയില്ല. ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞ് അന്വേഷിക്കാൻ വന്ന്. പിന്നെ ലോനപ്പന് ശല്യമില്ലാത്തോണ്ട് ഞാൻ അന്വേഷിക്കാനും പോയില്ല. എന്നാലും ആ ലോനപ്പന് പിണക്കണ്ടായിരുന്നു.
ബോധമില്ലാത്തവനാണ്. മണ്ടത്തരം വല്ലതും കാണിച്ചാലോ? എന്ത് മണ്ടത്തരം? ലോനപ്പനെ പേടിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല എന്ന് അവന് മനസ്സിലായി കാണും. പിന്നെ ഇപ്പോഴത്തെ വരട്ടെ, കവലച്ചട്ടമ്പികൾ അങ്ങനെ ഒക്കെ ചെയ്യാറുള്ളതാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഹലോ, മോഹനേഷ് സാറല്ലേ? അതെ സാറേ, ഞാനാ മാധവൻകുട്ടി. ആ, എന്താ മാധവൻകുട്ടി? സാറും ആ ലോനപ്പനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാനിപ്പോ അവനെ കണ്ടു. മോഹനേഷ് സാർ എപ്പോഴാ ആഫീസിൽ പോകുന്നത് അവൻ ചോദിച്ചു. എന്താ ലോനപ്പ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയുക, വില്ലേജ് ഓഫീസർക്ക് കണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം, സാറിന്റെ അഹങ്കാരം ഇന്ന് മാറ്റുമെന്ന്. പറഞ്ഞത് ലോനപ്പനായതുകൊണ്ടേ സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അങ്ങനെ പഠിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാ. എന്നെ എന്തെങ്കിലും ചെയ്താൽ സംഗതി പ്രശ്നമാവും കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ സാറേ. അപ്പൊ ശരി. പിന്നെ അങ്ങനെ പേടിപ്പിച്ചാൽ പേടിച്ച തന്നെ. ഈ മോഹൻഷാരെന്ന് അവനറിയില്ല. വിളിച്ചാരാണെന്നൊന്ന് പറ. അതല്ലേ മാധവൻകുട്ടി. മാധവൻകുട്ടി എന്താ പറഞ്ഞത്? മാധവൻകുട്ടി രാവിലെ ലോനമ്മനെ കണ്ടെന്ന്. ഞാൻ ആഫീസിൽ പോകുമ്പോ എന്നെ തല്ലുവെന്ന് ലോനമ്മ മാധവൻകുട്ടിയോട് പറഞ്ഞെന്ന്. അപ്പൊ സംഗതി സീരിയസ് ആണല്ലോ മോനട്ടാ. ഇനി സൂക്ഷിക്കണം കേട്ടോ. ലോനപ്പിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മോഹനയുടെ കാര്യം അങ്ങനെയാണോ? നീ എന്താ പറഞ്ഞത്? കുണ്ട് പറഞ്ഞാട്ട് ഞാൻ പേടിക്കണമെന്നോ? അങ്ങനെ പേടിക്കണമെങ്കിൽ മോഹനെ വേറെ ജനിക്കണം. അതൊക്കെ വലിയ പാടല്ലേ മോനട്ടാ. ജനിക്കുന്നതിന്റെ മരിക്കുന്നതിന്റെ കാര്യം വിട്. ആഫീസിൽ പോകുന്ന മോഹനേട്ടൻ ഒറ്റയ്ക്കാണ്. അവൻ വല്ലതും ചെയ്താലോ? പിന്നെ എന്നെ ചെയ്യാൻ പറ്റേ? എന്നെ എന്തെങ്കിലും ചെയ്താൽ എന്താ ഉണ്ടെന്ന് അവൻ അറിയില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസർ തല്ലേ ലോനപ്പനെ പോലീസുകാർ വെറുതെ വിടോ? അവൻ ഇത് വല്ലതും പുതിയ കാര്യമാണോ മോനട്ടാ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലോക്കപ്പ് കിടക്കുന്നവനെ പോലീസിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, തല്ല് കൊണ്ടതിന് ശേഷം പിന്നെ പോലീസ് പിടിച്ചിട്ട് എന്താ കാര്യം? അങ്ങനൊന്നും പേടിക്കുന്നില്ല. ഞാനിപ്പം എല്ലാം ചെയ്യാൻ നോക്കിയാ എന്റെ മറ്റൊരു മുഖമായിരിക്കും കാണാൻ പോകുന്നത്. സാറേ, ഉത്തമനാ. ഉത്തമനോട് ചോദിച്ച കാര്യം കൃത്യമായിട്ട് അറിയാം. നമസ്കാരം വക്കീലെ. സാറല്ലേ ഇവിടെ? ഉണ്ട്. ഞാൻ സാറിനെ കാണുന്നതിന് വേണ്ടി പടേന്നിങ്ങനെ വരികയായിരുന്നു. നമസ്കാരമുണ്ട് സാർ. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിലെ 7:30 ചെല്ലാന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ്. പക്ഷെ വിവരം അറിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങ് പോന്നു. സാറേ, സാറ് ലോനപ്പനും തമ്മിൽ എന്താണ് പ്രശ്നം? ഉത്തമന് സംഭവം അറിഞ്ഞു. രാവിലെ മുതൽ സകലർ ഇത് തന്നെയാ പറയുന്നത്. പത്രം ഇടാൻ വന്നപ്പോ വിജയം പറഞ്ഞു. അത് കഴിഞ്ഞ് പലചരക്ക് കടയിലെ മാധവൻകുട്ടി ഫോൺ ചെയ്തും പറഞ്ഞു. സാറേ, എന്താണ് സാറേ സംഭവം ഉണ്ടായത്? ലോനപ്പൻ ഇന്നലെ എന്നോട് ഒരു 100 രൂപ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. അതിന്റെ വാശിക്ക് ലോനപ്പൻ ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ വന്ന് എന്നെ ചീത്ത വിളിച്ചു. മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ചായട്ടപ്പോ ഞാൻ അകത്ത് കയറി പോലീസിനെ വിളിച്ചു. അത്രേ ഉള്ളൂ. ഇത്രയല്ല സാറേ കാര്യം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ലോനപ്പനെ കണ്ടു. അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ലോനപ്പൻ എന്ത് പറഞ്ഞു? നമ്മുടെ അബൂബക്കറിന്റെ തടിമിലിന്റെ ഇപ്പുറത്തുള്ള വളവില്ലേ, അവിടെ നിങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴാണ് ഞാൻ ലോനപ്പനെ കണ്ടത്. എന്നെ കണ്ടത് ലോനപ്പ എന്റെ വണ്ടിക്ക് നേരെ കൈ കാണിച്ചു. എന്ത്? എന്താണ് ലോനപ്പ? ഉത്തമൻ എങ്ങോട്ടാ? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട് വരെ പോകുന്നു. നീ എന്താണ് രാവിലെ? ഉത്തമന്റെ അടുത്താണല്ലേ വില്ലേജ് ഓഫീസർ. അയാൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം? അയാൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. ഇന്നലെ രാത്രി പോലീസുകാർ വീട്ടിൽ വന്ന് ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. നിനക്കെതിരെ കേസ് കൊടുത്താ? എന്തിന്? അയാളുടെ അഹങ്കാരം അല്ല എന്താ. ഇന്നത് തീർത്തിട്ടേ ഞാനുള്ളൂ. ഉത്തമൻ അയാളുടെ പറഞ്ഞേക്ക് പോലീസ് എന്നെ പിടിക്കുന്നതിന് മുമ്പ് അയാളെ കാര്യം ചെയ്യാൻ പറ്റുമെന്നോ? എന്റെ ഈശ്വര, അപ്പൊ ലോനപ്പം കാര്യമായിട്ട് തന്നെയാണ്. ഇതെങ്ങനെ നിസ്സാരമായിട്ട് കാണരുതേ.
മോഹനയുടെ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അയാളെ വഴി വെച്ച് വല്ലതും കണ്ടാലോ? എന്റെ ഭാഗത്തിലെ ന്യായം. എന്റെ പൊന്ന് സാറേ, ഇവിടെ ഇപ്പൊ ന്യായോ നീതെന്ന് പറഞ്ഞോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഈ ബുദ്ധിയും ബോധവും വെളിയും വെള്ളിയാഴ്ച ഉള്ളവരൊക്കെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ലോനപ്പനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? നിങ്ങൾ പറയുന്ന പോലാണെങ്കിൽ എന്നെ പോലുള്ള മാന്യന്മാർ എങ്ങനെ ജീവിക്കും? ഉത്തമ, വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനമാണ്. പൊതുജനങ്ങളുടെ ഓരോ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. വെള്ളമടിച്ച് ബോധമില്ലാതെ അങ്ങനെ ഒരു ഓഫീസിൽ കയറി വന്ന് ആ ഓഫീസിലെ മേധാവിയായ വില്ലേജ് ഓഫീസറെ ഒരാൾ തെറി വിളിച്ചാൽ എന്ത് ചെയ്യണം? എന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാരണക്കുട്ടി പൊട്ടിച്ചേനെ. ഞാൻ ഒരു ഗാന്ധിയനായതുകൊണ്ടും നാട്ടിലെ നിയമവ്യവസ്ഥകളെ ബഹുമാനിക്കുന്ന ഒരാളായതുകൊണ്ടും അവനെ തല്ലിയില്ല. പകരം പോലീസിനെ അറിയിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മോഹനേട്ടാ, ഇത് തെറ്റിന്റെയോ ശരിയുടെയോ പ്രശ്നമല്ല. ഒരാന മതവിളകി വരുമ്പോ ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ് എന്ന് പറഞ്ഞ് നെഞ്ചു പിരിച്ചു വല്ല കാര്യം ഉണ്ടാവൂ? വക്കീൽ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ ലോനപ്പൻ എന്ന് പറഞ്ഞ തല്ലും വഴക്കോട്ട് നടക്കുന്നവനാണ്. അവനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു മടി ഉണ്ടാവൂല. അതെ സാറേ, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ലോനപ്പനെ പേടിച്ച് വീട്ടിൽ കയറി ഒളിച്ചിരിക്കണോ? എന്നല്ല, മോഹനയുടെ ഒറ്റയ്ക്ക് പുറത്തു പോകണ്ട. ഒരാള് കൂടെ ഉണ്ടെങ്കിൽ ലോനപ്പന് വഴക്കിന് വരില്ല അല്ലേ? അതെ സാറേ, ഈ പോലീസുകാർ ലോനപ്പനെ പൊക്കിക്കൊണ്ട് പോകും. അതുവരെ സാർ അത് സൂക്ഷിച്ചാ മതി. പോലീസുകാർ കൊണ്ടുവന്ന് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു ദിവസത്തേക്ക് അവൻ അങ്ങ് ഒതുങ്ങിക്കോളും. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലോനപ്പനെ പോലെ ഒരു ഗുണ്ടയെ പേടിച്ച് എനിക്ക് ഒളിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഉത്തമ, മോഹനേട്ടൻ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ? ഇന്നൊരു ദിവസത്തേക്ക് ഉത്തമന്റെ സ്കൂട്ടറിൽ മോഹനേട്ടൻ ഒന്ന് താലൂക്ക് ഓഫീസിൽ കൊണ്ടുവിട്. അത് കൊള്ളാം. മോഹനേട്ടൻ സാർ എന്റെ സ്കൂട്ടറിന്റെ പിറകെ കയറാനാ? സ്കൂട്ടർ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ വക്കീലേ? അതിന്റെ പിറകെ സാർ അങ്ങനെ കയറും? അന്തരീക്ഷ മലിനീകരണത്തെക്കാട്ടിലും പ്രധാനം തടി കെടാവോ നോക്കാന്നുള്ളതല്ലേ? ഉത്തമൻ ഒന്ന് സഹായിച്ചേ പറ്റൂ. അല്ല, ഞാൻ വരാൻ തയ്യാറാണ്. പക്ഷേ മോഹനേട്ടൻ സാർ സമ്മതിക്കില്ലല്ലോ വക്കീലേ. അതെ, ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പറ സാറിനോട്. അതാണ് നല്ലത് എനിക്കും. അപ്പൊ പിന്നെ ഞാൻ വരട്ടെ. ഗോപാലക്കുട്ടിച്ചേട്ടൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ താമസിച്ചു. ഓക്കെ. മോഹനേട്ടാ, വല്യമായി വർത്താനം പറയാൻ ആർക്കും പറ്റും. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോ സംഗതി പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. മോഹനേട്ടാ, ആദ്യം പത്രം കൊണ്ടുവന്ന് വിജയൻ കാര്യം പറഞ്ഞു. അത് തന്നെ മാധവൻകുട്ടി ഫോൺ ചെയ്തും പറഞ്ഞു. ഇപ്പിതാ ഉത്തമൻ അത് തന്നെയാണ് പറയണത്. മോഹനേട്ടൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? അമ്മേ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. എനിക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. മോഹനേട്ട പേടിക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ലോ, സൂക്ഷിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്തിന്? ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മാന്യനായ ഒരു പൗരൻ എന്തിനാണ് ലോനപ്പനെ പോലുള്ളൊരു കവലച്ചടമ്പയെ ഭയപ്പെടുന്നത്? ഞാൻ അവനെ പേടിക്കുന്നത് പ്രശ്നമില്ല. പക്ഷെ മോഹനേട്ട അയാൾ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? കൃത്യം 9:10 ഇവിടെ നിറങ്ങിയാലേ 9:50 എനിക്ക് താലൂക്ക് ഓഫീസിൽ എത്താൻ പറ്റൂ. നീ പോയി എന്നെ ഷർട്ട് പോട്ട് തെച്ചു നോക്കി, എന്നിട്ട് കഴിക്കാൻ നേരത്ത് നോക്കി. അപ്പൊ മോഹനേട്ടൻ ഒറ്റയ്ക്ക് താലൂക്ക് ഓഫീസിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. വഴിക്ക് വെച്ച് ലോനപ്പനെ കണ്ട എന്താ വേണ്ടത് എനിക്കറിയാം. കയ്യാങ്കളി ഉണ്ടായ എന്താ വേണ്ടത് എനിക്കറിയാം പറഞ്ഞില്ലേ? മോഹനേട്ടാ, വില്ലേജ് ഓഫീസർ മോഹനേഷ് സാർ ഇതുവഴി പോണോണ്ടാ? ഇല്ല. എന്താ കാര്യം ലോനപ്പാ? ഇന്ന് അവന്റെ അവസാനം. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഓടിയാലോ?
നിന്റെ അഭ്യാസം എന്നെ നടക്കില്ല. ഞാൻ നാട്ടുകാരെ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. എന്നെ വല്ലതും ചെയ്താ ആ നിമിഷം അകത്താവും. അല്ലെങ്കിൽ ഞാൻ അകത്താവും. എങ്കിൽ പിന്നെ സാറിന്റെ കാല് വെട്ടിട്ട് അകത്താവുന്നല്ലേ നല്ലത്. പക്ഷേ ഈശ്വര, കാലോട് പോയി. പക്ഷേ നിന്നെ നാട്ടുകാരെ വെറുതെ വിടില്ല. എല്ലാവരോടും നിന്നെ ഓടിച്ചെടുത്ത് തല്ലും. അതിന് ധൈര്യമുള്ള ആരായി നാട്ടിൻപുറത്തുള്ളതെന്ന് അറിയണമല്ലോ. അടുത്ത പ്രശ്നവും ഞാനൊരു പാവം മനുഷ്യനാണ് നീ കരുതുണ്ടെങ്കിൽ തെറ്റാ. ഞാൻ കളറി പിടിച്ചാളാ. ഈ വിരലുകൊണ്ട് മർമ്മത്തിനൊരു കുത്തുകുത്തിയ പിന്നെ നിന്റെ പൊടി പോലും കാണില്ല. എങ്കിൽ പിന്നെ കുത്തണേ ആ ബെർല ഞാൻ ആദ്യം വിട്ടണേ. ഓഹോ, അപ്പൊ നീ കരുതിക്കുട്ടിയാണല്ലേ? ആണെങ്കിൽ ആഞ്ജനേയ, മണ്ടം പോയി. ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുകയാണല്ലേ? ലോനപ്പാ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരു പാവം. എന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് സാറിന്റെ കാല് ഞാൻ പറ്റിയിരിക്കും. ലോനപ്പാ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇന്നലെ നീ എന്നോട് 100 രൂപ ചോദിച്ചപ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പിന്നെ നീ വില്ലേജ് ഓഫീസിൽ വന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചോണ്ടല്ലേ ഞാൻ പോലീസിനെ വിളിച്ചത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ ഒറ്റത്തടിയാണ്. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഞാൻ ഒരു കുടുംബനാഥനാണ്. എന്റെ ഭാര്യ എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എനിക്കെന്തെങ്കിലും പറ്റിയ അവക്ക് ആരുമില്ലാതായി പോവില്ലേ? പാവം പാവ. ഞാൻ ആഫീസിൽ നിന്ന് തിരിച്ചെല്ലുന്നതും കാത്തിരിക്കാവും. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ പോലീസുകാരോട് പറഞ്ഞ് കേസ് പിൻവലിച്ചോളാം. പിന്നെ നിന്നെ അവരൊന്നും ചെയ്യില്ലല്ലോ. അതുപോലെ തലയാണ്. നീ എങ്ങനെ വന്നു? എവിടെ? ഇവിടെ. ഇതെങ്ങനെ വീട് ഇവിടെ വന്ന്? എനിക്ക് എന്താ പറ്റിയ? അപ്പൊ ലോനപ്പം പോയോ? മോഹനേട്ടാ, ഇവിടെ ഒരു ലോനപ്പനും വന്നിട്ടില്ല. മോഹനേട്ടൻ അവിടെ ചാരിരുന്ന് ഉറങ്ങിപ്പോയതാ. ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാവും. സ്വപ്നോ? ചായ ഇത് വേണോ? അവിടെ വെച്ചേക്ക്. അതാരാണ് നോക്ക്. ലോനപ്പൻ. ഇനിയിപ്പോ ഈശ്വര. ഹലോ, അതെ. ആ, ദിവാകരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊന്ന് വിളിക്കാതിരിക്കായിരുന്നു. ഓ, എന്നിട്ട് അത് ശരി. അതെന്തായാലും നന്നായി. ശരി ദിവാകരൻ ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിൾ ദിവാകരൻ ചേട്ടനാ വിളിച്ചത്. ലോനപ്പനെ പോലീസ് പിടിച്ചു. ഇനി ഒന്നും പേടിക്കണ്ട, അവന്റെ കാര്യം അവർ നോക്കിക്കോളൂന്ന്. ആ സാറേ, ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. വാ. എന്ത് പറ്റി മുഖത്തൊരുന്നാണ്? ഇത് പതിവില്ലാത്തതാണല്ലോ. അത് പോട്ടെ, എന്തായിരുന്നു സ്വപ്നം? അവനെ ലോനപ്പനെ വഴിയിൽ വെച്ച് കണ്ടു. അവനൊരു വിട്ടത്തി കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ വന്നു. അപ്പൊ എന്റെ മോഹനോട് പേടിച്ചു പോയോ? എങ്ങനെ പേടിക്കായിരിക്കും? അവൻ ബോധമില്ലാത്തവനല്ലേ. ലോനപ്പന് മുകളിൽ ആകാശം, താഴെ ഭൂമി. എനിക്കെങ്ങനെയാണോ? ഇതല്ലേ കുറച്ചു മുന്നേ ഞാനും പറഞ്ഞത്. അപ്പൊ അത് കേട്ടില്ലല്ലേ? ഇപ്പോഴോ? മഹാപരാക്രമിയും നാട്ടുകാരുടെ കണ്ണിലുണ്ണിയുമായ മോഹനകൃഷ്ണൻ പ്രാണഭയത്തിൽ ഒരു സ്വപ്നം കണ്ടുപോയത് വലിയ അപരാധമൊന്നുമല്ല. പക്ഷേ സ്വപ്നം കണ്ട കാര്യം സത്യഭാമ അറിഞ്ഞതാണ് നാണക്കേടായി പോയത്. എന്തായാലും ലോനപ്പന്റെ ശല്യമൊഴിഞ്ഞ സമാധാനത്തിൽ ഇന്നത്തേക്ക് വിടാം.